ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ അറബിക് കാലിഗ്രഫി ബേസിക്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അറബിക് കാലിഗ്രഫി സാധാരണ ചെയ്യുന്നത് കലം ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ നമുക്ക് കാലിഗ്രഫി പെൻ, മാർക്ക്, ഡബിൾ പെൻസിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെയ്യുന്നത് DIY ഐസ്ക്രീം സ്റ്റിക്ക് കലം ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കലത്തിൻ്റെ ടിപ്പെന്ന് പറയുന്നത് ഹൈ ലോ ആയിട്ടുള്ള ടിപ്പായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അറബിക് ലാംഗ്വേജിൽ ആകെ 28 ലെറ്റേഴ്സാണുള്ളത്. അതിൽ ആദ്യത്തേത് അലിഫാണ്. അപ്പോൾ അലിഫ് എങ്ങനെ എഴുതണമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കലത്തിൻ്റെ ഈ പൊസിഷൻ സ്ലാൻഡിങ് പൊസിഷൻ എന്ന് പറയും. അലിഫ് എഴുതുമ്പോൾ ആദ്യം സ്ലാൻഡിങ് പൊസിഷനിൽ വയ്ക്കുക, താഴോട്ടേക്ക് പ്രഷർ അപ്ലൈ ചെയ്യുക. എൻ പോയിൻ്റ് എത്തുമ്പോൾ കലത്തിൻ്റെ ലോവർ ടിപ്പ് അത് പതുക്കെ ലിഫ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു തിന്നായിട്ടുള്ള എൻഡ് കിട്ടും. അത് സ്ലാൻഡിങ് പൊസിഷനിൽ വെച്ചിട്ട് താഴത്തേക്ക് പ്രഷർ അപ്ലൈ ചെയ്യുക. എൻ പോയിൻ്റ് എത്തുമ്പോൾ ലോവർ ടിപ്പ് ലിഫ്റ്റ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഈ ഷേപ്പ് കിട്ടുന്നത്. ഇത് നമ്മൾ ശരിക്കും ഒറ്റ സ്ട്രോക്കിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഒറ്റ സ്ട്രോക്കിലായിരിക്കണം ഈ അലിഫ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇനി അടുത്ത അലിഫ് എങ്ങനെ എഴുതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 3 സ്ട്രോക്കിലാണ് വരുന്നത്. അതായത് ആദ്യത്തെ സ്ട്രോക്ക് നമ്മൾ ചെയ്തതുപോലെ തന്നെ, സെക്കൻഡ് നമ്മൾ കലത്തിൻ്റെ ടിപ്പ് മാത്രം, അപ്പർ ടിപ്പ് മാത്രം യൂസ് ചെയ്ത് കണ്ടില്ലേ. തേർഡ് സ്ട്രോക്കും അതുപോലെ തന്നെ അപ്പർ ടിപ്പ് മാത്രം യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ 3 സ്ട്രോക്കാണ് ഉപയോഗിച്ചത്. അതായത് ഫസ്റ്റ് സ്ട്രോക്ക് ഡൗൺവേർഡ്സ്, സെക്കൻഡ് സ്ട്രോക്ക് റൈറ്റ് സൈഡിലോട്ട്, തേർഡ് സ്ട്രോക്ക് ലെഫ്റ്റ് സൈഡിലോട്ട്. ഇവിടെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മളൊരു ഇമാജിനറി ലൈൻ വരയ്ക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡ് പോയിൻറ്റും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഡബിൾ പെൻസിൽ മെത്തേഡ് വെച്ച് എങ്ങനെ അലിഫ് എഴുതണമെന്ന് നോക്കാം. ഡബിൾ പെൻസിൽ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കലത്തിൻ്റെ ടിപ്പ് ശ്രദ്ധിച്ചായിരുന്നല്ലോ, ഹൈ ലോ ആയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ പെൻസിലിൻ്റെ ടിപ്പും വരേണ്ടത്. കണ്ടില്ലേ, എൻ പൊസിഷനിലെത്തുമ്പോൾ അപ്പർ ടിപ്പ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യണുള്ളൂ. അതുപോലെ തന്നെ സെക്കൻഡ് മെത്തേഡിൽ അലിഫ് ചെയ്യുകയാണെങ്കിലും എൻ പൊസിഷനിലെത്തുമ്പോൾ അതുപോലെ സെക്കൻഡ് സ്ട്രോക്കിന് അപ്പർ ടിപ്പ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യണുള്ളൂ. തേർഡ് സ്ട്രോക്കിനും അപ്പർ ടിപ്പ് മാത്രമേ യൂസ് ചെയ്യണുള്ളൂ. ഓക്കെ, ഈ അലിഫുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനീഷ്യൽ പൊസിഷനിൽ വരുമ്പോഴും അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമ്പോഴുമാണ് നമ്മൾ ഈ 2 മോഡൽ അലിഫ് എഴുതുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 2 ലെറ്റേഴ്സിൻ്റെ ഇടയിൽ, അതായത് മീഡിയൽ പൊസിഷനിലും അല്ലെങ്കിൽ അവസാനമായിട്ട് ഫൈനൽ പൊസിഷനിൽ വരുമ്പോഴും അലിഫ് എങ്ങനെ എഴുതണമെന്നാണ്. അത് രണ്ടും സെയിം തന്നെയാണ്. ഇത് 2 ലെറ്റേഴ്സിൻ്റെ ഇടയിൽ വരുമ്പോൾ ആദ്യം കണക്റ്റിംഗ് ലെറ്റർ, അത് ഏതും ആകാമല്ലോ, അതിൻ്റെ കണക്ഷൻ ലെറ്റർ. ദെൻ അലിഫ് എഴുതുമ്പോൾ നമ്മുടെ കലത്തിൻ്റെ ടിപ്പ്, ലോവർ ടിപ്പ് മാത്രമാണ് ഇവിടെ മൂവ് ചെയ്യണത്. 90 ഡിഗ്രി ആംഗിളിൽ വെച്ചിട്ട് മുകളിലേക്ക് പ്രഷർ കൊടുക്കുന്നു. ദെൻ എൻ പോയിൻ്റ് എത്തുമ്പോൾ നമ്മൾ നേരത്തെ കലത്തിൻ്റെ അപ്പർ ടിപ്പായിരുന്നു തിന്നായിട്ടുള്ള എൻഡ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ലോവർ ടിപ്പാണ് യൂസ് ചെയ്യുന്നത്. കലത്തിൻ്റെ ആംഗിൾ 90 ഡിഗ്രി. ഓക്കെ, ഡബിൾ പെൻസിൽ മെത്തേഡ് വെച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. കണക്റ്റിംഗ് ലെറ്റർ അലിഫ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി, അതായത് ലോവർ ടിപ്പ്
90 ഡിഗ്രി വെച്ചിട്ട് മുകളിലേക്ക്. ദെൻ എൻ പൊസിഷനിലെത്തുമ്പോൾ അപ്പർ ടിപ്പിന് പകരം ലോവർ ടിപ്പ് മാത്രമാണ് മൂവ് ചെയ്യണത്. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ലെറ്റർ ബായാണ്. സ്ലാൻഡിംഗ് പൊസിഷനിൽ വയ്ക്കുക. അതല്ലേ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. എൻഡ് എത്തുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ തിന്നായിട്ടുള്ള എൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് ലോവർ ടിപ്പ് മാത്രമാണ് നമ്മൾ ടച്ച് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 3 സ്ട്രോക്കാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് സ്ട്രോക്ക് താഴോട്ടേക്ക്, സെക്കൻഡ് സ്ട്രോക്ക് ലെഫ്റ്റിലോട്ട്, തേർഡ് സ്ട്രോക്ക് മുകളിലോട്ട്, ഫോർത്ത് സ്ട്രോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേറൊരു രീതിയിലും കൂടി എഴുതാം. താഴെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ പാടെ സ്റ്റാർട്ടിംഗ് പൊസിഷനും എൻഡ് പൊസിഷനും സെയിം ലെവലിലായിരിക്കും. പക്ഷേ ഈ കേസിൽ സെക്കൻഡ് കേസിൽ ബാടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ബാ തുടങ്ങുന്നത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും തമ്മിൽ എൻഡിങ് ആയിരിക്കും അപ്പർ പൊസിഷനിൽ നിൽക്കുന്നത്. ഡബിൾ പെൻസിൽ മെത്തേഡ് വെച്ച് നമുക്കൊന്ന് എഴുതി നോക്കാം. സ്ലാൻഡിംഗ് പൊസിഷനിൽ വയ്ക്കുക, താഴോട്ടേക്ക് ചെയ്യാം, ഇടത്തോട്ടേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ അപ്പർ ടിപ്പ് മാത്രമാണ് യൂസ് ചെയ്യണത്. ദെൻ എൻഡ് പോയിന്റ് എത്തുമ്പോൾ ലോവർ ടിപ്പ് മാത്രം. ഓക്കെ, ഈ ബാ നമ്മൾ യൂസ് ചെയ്യണത് ഇനീഷ്യൽ സ്റ്റേറ്റും സെപ്പറേറ്റ് സ്റ്റേറ്റും വരുമ്പോഴാണ്. ഇനി മീഡിയൽ സ്റ്റേറ്റിൽ എങ്ങനെയാണ് ബാ വരുന്നത് നമുക്ക് നോക്കാം. കണക്റ്റിംഗ് ലെറ്റർ വരും, ദെൻ കണ്ടില്ലേ. ഇനി ഫൈനൽ സ്റ്റേറ്റിൽ വരുവാണെങ്കിൽ കണക്ഷൻ ലെറ്റർ നമ്മൾ ഫസ്റ്റ് പഠിച്ച ബാ തന്നെ ഫുൾ ഫോമിൽ വരും. ഓക്കെ, ഇനീഷ്യൽ പൊസിഷനിൽ വരുമ്പോൾ ബാ ഒരു ടൈപ്പ് കൂടി വരും. അതായത് ബായുടെ കൂടെ എന്തെങ്കിലും കണക്ട് ചെയ്ത് വരുമ്പോൾ അടുത്ത തായും ഒക്കെ സെയിം മെത്തേഡ് തന്നെയാണ്. അതായത് ഇവിടെ 2 പുള്ളിയുടെ വ്യത്യാസമേ വരുന്നുള്ളൂ. ഇത് സെപ്പറേറ്റ് ആയിട്ട് വരുമ്പോൾ ഇത് ഇനീഷ്യൽ പൊസിഷനിൽ വരുമ്പോൾ, ഇനി മീഡിയൽ പൊസിഷനിൽ വരുമ്പോൾ എൻഡ് പൊസിഷനിൽ വരുമ്പോൾ ഓക്കെ, ഇതുപോലെ തന്നെയാണ് സായും വരുന്നത്. ഇനീഷ്യൽ പൊസിഷനിൽ മീഡിയൽ പൊസിഷനിൽ ഫൈനൽ പൊസിഷനിൽ. ഡബിൾ പെൻസിൽ മെത്തേഡ് വെച്ച് നമുക്കൊന്ന് എഴുതി നോക്കാം.
ബാക്കി ലെറ്റേഴ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.